1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഒരിടവേളയ്ക്ക് ശേഷം മാസ്ക് വിപണി വീണ്ടും സജീവമായി. നിപ്പ ജില്ലയിൽ സ്ഥിരീകരിച്ചതോടെ മാസ്ക് നിർബന്ധമാക്കിയതോടെയാണ് വിപണി വീണ്ടും സജീവമായത്. എടവണ്ണ, ഒതായിയിലും മാസ്ക് വിപണി സജീവം. മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയാണ് കടകളിൽ മാസ്കിനായി എത്തുന്നത്. കൊറോണ കാലത്ത് സജീവമായിരുന്ന മാസ്ക് വിപണി കൊറോണ പിൻവാങ്ങിയതോടെ നിശ്ചലമായിരുന്നു. കൊറോണ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും മാസ്ക് ധരിച്ചാണ് പുറത്തിറങ്ങിയിരുന്നത്. ഇതോടെ മാസ്ക് വിപണിയിൽ കോടികളുടെ കച്ചവടമാണ് നടന്നിരുന്നത്. ചെറുകിടക്കാർ മുതൽ വൻകിട കമ്പനികൾ വരെ മാസ്കുകൾ വിപണിയിലിറക്കി. വിവിധ വലിപ്പത്തിലും മാതൃകയിലും സൗകര്യങ്ങളിലുമുള്ള മാസ്കുകളായിരുന്നു അന്ന് വിപണി കീഴടക്കിയിരുന്നത്. മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മാസ്ക് വിപണി വീണ്ടും സജീവമായത്. കടകളിലും മെഡിക്കൽ ഷോപ്പുകളിലുമെല്ലാം മാസ്കുകൾ വീണ്ടും എത്തിത്തുടങ്ങി. സാധാരണ 5 രൂപയാണ് മാസ്കിന് ഈടാക്കുന്നതെങ്കിലും 20 രൂപ മുതൽ 50 രൂപയിൽ കൂടുതൽ വിലയുള്ള മാസ്കുകളും വിപണിയിലുണ്ട്. ഇപ്പൊ മാസ്ക് സജീവമായിട്ട് വിപണിയിൽ വീണ്ടും തിരിച്ചു വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡ് പ്രശ്നം തീർന്നതിന് ശേഷം വീണ്ടും നിപ്പ വൈറസ് പ്രത്യക്ഷപ്പെട്ടു, ഒരു കുട്ടി മരിക്കുണ്ടായി. അതിൻ്റെ ശേഷം മാസ്ക് വീണ്ടും നിർബന്ധ അവസ്ഥയ്ക്ക് വരികയാണ്. സ്കൂളിലെ കുട്ടികളും അതേപോലെ കോളേജ് മറ്റുള്ള പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മാസ്കിന്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഷോപ്പിൽ ഇന്നലെ 500ഓളം മാസ്ക് ചിലപ്പോൾ മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ ഇത് വന്നപ്പോൾ മാസ്ക് കിട്ടാനില്ലായിരുന്നു. എവിടെയും സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് നിർത്തിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ മാസ്കിൻ്റെ ഇത് സാധാരണ നമ്മളൊരു രോഗം വരുമ്പോഴല്ല, മറ്റുള്ള പൊടിശല്യത്തിന് ഇതിനൊക്കെ സ്ഥിരമായിട്ടും മാസ്ക് യൂസ് ചെയ്യണവരുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. ചിലരൊക്കെ പറഞ്ഞാൽ മാസ്ക് നിയമ അധികാരികളെ കാണുമ്പോൾ ഓലെ പേടിച്ചിട്ട് ധരിക്കണവരുണ്ട്. ഏതായാലും മാസ്ക് വിപണിയിൽ ഇപ്പോൾ സജീവമാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മാസ്ക് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ മാസ്ക് കോവിഡിൻ്റെ ശേഷം മാസ്ക് ഉപയോഗിക്കുന്നത് നിർത്തി വെച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. വീണ്ടും അത് മാസ്കിലേക്ക് തന്നെ വരുന്നൊരു സാഹചര്യത്തിൽ മാസ്കിൻ്റെ വിപണികളൊക്കെ ഉണർന്ന് ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളും അതുപോലെ മദ്രസകളിലും അംഗനവാടികളിലും ഒക്കെ മാസ്ക് കുട്ടികൾക്ക് നിർബന്ധമാക്കിയ ഒരു സാഹചര്യം. വിദ്യാലയങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാസ്ക് ധരിക്കണമെന്ന പ്രചരണം കൂടി വരുന്നതോടെ വിപണി കൂടുതൽ സജീവമാവും. മാസ്ക് ധരിക്കുന്നതിൽ ആളുകൾക്ക് താല്പര്യമില്ലെങ്കിലും രോഗം പടരുമെന്ന ആശങ്കയും നിർബന്ധവും കാരണം മിക്കയിടങ്ങളിലും ആളുകൾ മാസ്ക് ധരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.